Hello guys, welcome to my YouTube channel Carbon Spec. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ ഏതാന്ന്. അപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ആദ്യത്തെ ഇടുന്ന വീഡിയോ എൻഡോർക്ക് 150 ആണ്. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം ചോദിച്ചിരിക്കും, ഇവൻ എന്തിനാ ഈ 5 മാസം മുന്നേ ഇറങ്ങിയ വണ്ടിയുടെ വീഡിയോ ഇപ്പോൾ ഇടുന്നതെന്ന്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ആഗ്രഹിച്ചൊരു വണ്ടി എടുത്താണ്, അതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എൻഡോർക്ക് 150 എൻ്റെ കയ്യിലെത്ത്. നമുക്ക് എൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കിട്ടിയിരിക്കുന്നത് ബേസ് മോഡലാണ്. ബേസ് മോഡൽ തന്നെ വരുന്ന കളറാണ് ബ്ലാക്ക് ആൻഡ് സ്റ്റെൽത്ത് സിൽവർ. മുന്നിൽ നിന്ന് തന്നെ വേറൊരു ലുക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ ലോഗോ ഈ സ്റ്റിക്കർ ഈ രീതിയിലാണ് ടി വി എസ് കൊണ്ടുവന്നത്. അത് മാറ്റിയിട്ട് ഒരു ബൾജി ആയിട്ടുള്ള ഒരു രീതിക്ക് കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിങ്ങളതിൻ്റെ കമൻറ്റ് രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ താഴേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ തന്നെ ഒരു വിൻഡ് ഷീൽഡ് പോലൊരു സംഭവം തന്നെയാണ്. അവിടെ സ്റ്റിക്കർ, ഒരു റെഡ് ആൻഡ് സിൽവർ കളർ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ തന്നെ തീമിൻ്റെ, കളർ തീമിൻ്റെ അതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു 150യുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. 150 cc തന്നെ അന്ന് ഇതിൽ തോന്നിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം സ്റ്റിക്കർ കയറ്റാണ്ട് തന്നെ വണ്ടി ലുക്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ 220 mm ഡിസ്ക് ബ്രേക്കാണ്. ഇത് സിംഗിൾ ചാനൽ ഡിസ്ക് ബ്രേക്കാണ് ഈ വണ്ടിക്ക് ഉള്ളത്. പിന്നെ അത് ടയർ 12 ഇഞ്ച് ടയറാണ്. ടി വി എസിന് തന്നെ ടയറാണ് കൊടുത്തേക്കുന്നത്. ABS ആണ് ഫ്രണ്ടിൽ. ബാക്കിൽ ഡിസ്ക് ഇല്ല, സിംഗിൾ ചാനൽ. ബാക്കിൽ ഡ്രം ബ്രേക്കാണുള്ളത്. 120 cc നമുക്ക് ഹെഡ് ലാമ്പ് ഈ ഒരു ഏരിയയിലായിരുന്നു കണ്ടിട്ടുള്ളത്. ഈ ഒരു ഏരിയ തന്നെ DRL തന്നെ നടുക്കുന്ന ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നു. ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഇവിടെയാണ്. 4 ഹെഡ് ലാമ്പായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഡിമ്മും ബ്രൈറ്റും ആയിട്ടാണ് കാണിച്ചത്. ഞാനത് ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ബ്രൈറ്റിലും ഇത് ഡിമ്മിലുമാണ്. ഡിമ്മെന്ന് പറയുമ്പോൾ 4 ലൈറ്റും ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ 4 ലൈറ്റ് ഒരുമിച്ച് ആവുന്നതാണ് ഡിമ്മ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ DRL. പണ്ടത്തെ മുള്ള DRL ഈ ഒരു ഏരിയ ഇങ്ങോട്ടായിരുന്നു, ഈ 4 ഏരിയയിലേക്കും. ഇതിപ്പോൾ 2 സൈഡിൽ ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു ഹിഡൻ ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തേക്കുന്നത്. കാട്ടിത്തരാം, കണ്ടോ. ആരും ഒരുപാട് പെട്ടെന്ന് ഇതിന് ഇൻഡിക്കേറ്റർ എവിടെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഓണാക്കിയാൽ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 150 cc സ്കൂട്ടറിൻ്റെ പെർഫോമൻസ് അനുസരിച്ച്, അതായത് ഈ സ്കൂട്ടറിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇതിന് പറ്റിയ ഡിസ്ക്കാണ് TVS ഇതിന് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ആയാലും ഒരു 100-105 കിലോമീറ്റർ സ്പീഡ് വരെ ഇത് പിടിക്കുന്നുള്ളത് ഉറപ്പാണ്. അത് പിടിച്ചു നിർത്താനുള്ള ഡിസ്ക്കാണ് TVS കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു ഓവറോൾ വ്യൂ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാനുള്ളത്. നമുക്ക് സൈഡിലോട്ട് പോകാം. സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു ലുക്കാണ് TVS തന്നിട്ടുള്ളത്. മുന്നിലൊരു ഗ്യാസ് ഊറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 കിലോയുടെ ഒരു അടി വെക്കാനുള്ള സെറ്റപ്പ് അമ്മേൻ്റെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് നോക്കുമ്പോൾ ബാക്കി തന്നെ എൻഡോർക്കുന്ന ഒരു എഴുത്തുണ്ട്. ആ എഴുത്തൊരു ബൾജി രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് എൻഡോർക്കുന്ന കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ മുകളിൽ തന്നെയാണ് എൻ്റെ സീറ്റിൻ്റെ ഡിസൈനും അത് തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ തന്നെ എൻഡോർക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് പറയുമ്പം വലിയ കനമില്ലെങ്കിലും അത്യാവശ്യം ഒരാൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും TVS കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ താഴെ തന്നെയാണ് നമുക്ക് സൈലൻസർ കൊടുത്തിട്ട്. സൈലൻസർ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കാർഡുണ്ട്. അതിൻ്റെ സൈഡിലും വേറെ പ്രൊട്ടക്ഷൻ കാർഡുണ്ട്. അത്യാവശ്യം ഒരു വലിയ ഇടിയൊന്നും ഇടിക്കുമ്പം ചളുങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് TVS നൽകിയേക്കുന്നത്. ചളുങ്ങാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കാർഡാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു റിഫ്ലക്ടർ ഉണ്ട്.
പിന്നെ ടയറിന് അതേ സൈസ് തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു മൺകാട് പോലത്തെ ഒരു സെറ്റപ്പാണ് ടി വി എസ് നൽകിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ മറ്റേ പണ്ടത്തെ വണ്ടി അതുപോലെ തന്നെയാണ് ബ്രേക്ക് ലൈറ്റ് ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ TVS എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലാണ് മറ്റേ ഇൻഡിക്കേറ്റർ പണ്ടത്തെ വണ്ടിനേക്കാളും അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വെന്റിലേഷൻ പോലത്തെ ഒരു ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പാനലിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്കാണ് വണ്ടി. പിന്നെ എൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിങ് ഇവിടെയാണ്. ഒരു 5.8 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയാണ് TVS നൽകിയിരിക്കുന്നത്. ഇവിടെ ചാവി ഇടുന്ന വണ്ടി ഓണാക്കുന്ന ഭാഗത്തേനാണ് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആക്കുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അടയ്ക്കുക, ഫുൾ ടാങ്ക് അടയ്ക്കുക, ഓടുക. അങ്ങനെയാണ് സെറ്റപ്പ്. പിന്നെ എൻ്റെ സൈഡ് വ്യൂവിലേക്ക് വരും തന്നെ അപ്പുറത്തെ സൈഡ് പോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും. അവിടെ വ്യത്യാസമായിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ രീതി ഇവിടെയാണ്. പിന്നെ ബ്രേക്കിൻ്റെ സിസ്റ്റമാറ്റിക് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചവിട്ടാനുള്ള നമ്മുടെ അമ്മമാർക്കും അനിയത്തിമാർക്കൊക്കെ ചവിട്ടാനായിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വണ്ടിക്കും കൊടുക്കുന്നതിനാണ്, എടുത്തു പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ നോക്കാം. അതായത് റൈഡർ കയറി ഇരുന്നിട്ടുള്ള വ്യൂ എന്നാണ് നോക്കാം. ഇവിടെ തന്നെ ബേസ് മോഡലും ടോപ്പ് വേരിയന്റും തമ്മിലുള്ള വളരെയധികം വ്യത്യാസം പറയുമ്പം ഈ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്പ്ലേ ഇത് രണ്ടായിട്ടാണ് കാണിക്കുന്നത്. ബേസ് മോഡൽ ഇവിടെ RPM മീറ്ററും അത് കഴിഞ്ഞ് ഇവിടെ സ്പീഡോമീറ്ററും ഓഡോമീറ്റർ, അത് കഴിഞ്ഞ് ഫ്യൂവലിൻ്റെ വാണിംഗ് ലാമ്പും അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ABSൻ്റെ വാണിംഗ് ലാമ്പും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മോഡ്സിൻ്റെ സ്വിച്ചസ് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഈ വണ്ടിക്ക് തന്നെ 2 മോഡാണ് ഉള്ളത്. ഒന്ന് സ്ട്രീറ്റ് മോഡും ഒന്ന് റേസ് മോഡാണുള്ളത്. പിന്നെ ഈ വണ്ടിക്ക് പിന്നെ വ്യത്യസ്തമായിട്ട് പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമായിട്ടുള്ള അതിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ. പിന്നെ ലിവറിൻ്റെ ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് പിടിച്ച് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ലോക്കുണ്ട്. ലോക്കിൻ്റെ വണ്ടി ഹാൻഡ് ബ്രേക്ക് പോലെ വണ്ടി പിടിച്ചു നിർത്താനുള്ള എല്ലാ സെറ്റപ്പും ഈ വണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ അത്യാവശ്യം എല്ലാ വണ്ടി തന്നെ ഇത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. 22 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ് TVS നൽകിയിരിക്കുന്നത്. പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കത്തില്ല. ഹാഫ് ഫേസ് ഹെൽമെറ്റ് കുഴപ്പമില്ലാണ്ടിരിക്കും. ഞാൻ വെച്ച് നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല. ഫുൾ ഫേസ് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുൾ ഫേസ് ഇരുന്നാലും സീറ്റ് അടയത്തില്ല. പിന്നെ ഇവിടെ തന്നെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലി ഫ്രണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ സേഫ്റ്റിയുടെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും അത് ഉള്ളിൽ കൊടുത്തേക്കണം. ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ നമുക്ക് സൈലൻസിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് നോക്കാം. അടുത്തേക്കോ. ഇതാണ് വണ്ടിയുടെ ഇത് എല്ലാ എൻഡോർക്കിൻ്റെ 125ൻ്റെയും 150cc എല്ലാം സെയിം ആയിട്ടാണ് എൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ റേസ് മോഡും പിന്നെ സ്ട്രീറ്റ് മോഡ് മാത്രമാണ് അതിൻ്റെ അകത്ത് വ്യത്യാസമായിട്ടുള്ളൂ. പിന്നെ എക്സോസ്റ്റ് നോട്ടും അത്യാവശ്യം റോ ആയിട്ടാണ് അതിൻ്റെ അകത്ത് കാണിക്കപ്പെടുന്നതല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മോഡ് മാറ്റുമ്പോൾ തന്നെ ഇപ്പം റേസ് മോഡാണ് ഇട്ടേക്കുന്നത്. റേസ് മോഡ് തന്നെ വലിയ മാറ്റമില്ല, എന്നാലും ഒരു ചെറിയൊരു കുറച്ച് റോ ആയിട്ടാണ് തോന്നുന്നത്. വേറെ വ്യത്യാസമായിട്ടൊന്നും വേറൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. പോരായ്മകൾ ഉണ്ടെന്നറിയാം. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. സ്റ്റേ ട്യൂൺ.